ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ആസിഫ് അലി സുരാജ് വെഞ്ഞാറമൂട് കോമ്പോയിൽ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ അഡിയോസ് അമിഗോസ്. ആദ്യം ഓഗസ്റ്റ് 2 തിയേറ്റർ റിലീസ് പ്രഖ്യാപിച്ച പിന്നീട് ഓഗസ്റ്റ് 15 റിലീസ് നീട്ടിയ സിനിമ ഇപ്പോഴത്തെ ഇന്ന് വീണ്ടും റിലീസ് പ്രീപോണ്ട് ചെയ്തിരിക്കുകയാണ്. ആദ്യം തീരുമാനിച്ച ഓഗസ്റ്റ് 2 സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് ഇന്ന് വന്നിരിക്കുന്ന ഒഫീഷ്യൽ പ്രഖ്യാപനം. അഡിയോസ് അമിഗോയുടെ ആദ്യം പുറത്തു വന്ന വീഡിയോ ഗാനത്തിന് മികച്ച അഭിപ്രായങ്ങളായിരുന്നു ലഭ്യമായത്. മോളിവുഡിൽ നിന്ന് വരാനിരിക്കുന്ന ഫൂട്ടേജ് എന്ന സിനിമയുടെ ട്രെയിലർ ഇന്ന് വൈകിട്ടോടെ പുറത്തു വന്നിരിക്കുകയാണ്. സമീപകാലത്തെ മറ്റൊരു വ്യത്യസ്തത നിറഞ്ഞൊരു ട്രെയിലർ കട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ത്രില്ലർ സ്വഭാവമുള്ള സിനിമയിൽ മഞ്ജു വാര്യർ കൂടി അഭിനയിക്കുന്നു. ചിത്രം ഓഗസ്റ്റ് 2 തിയേറ്ററുകളിലേക്ക് എത്തുന്നു. ജൂലൈ 26 റീ റിലീസ് ചെയ്യാനായിട്ടൊരുങ്ങുകയാണല്ലോ ദേവദൂതൻ. ലാലേട്ടന്റെ ദേവദൂതൻ എന്ന സിനിമയിലെ പൂവേ പൂവേ എന്ന വീഡിയോ ഗാനം നാളെ ജൂലൈ 13 വൈകിട്ട് 7 മണിക്ക് പുറത്തു വരുമെന്ന് ഇന്ന് ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. ഈ വർഷം ഓണക്കാലത്ത് തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമ എന്ന പേരിൽ 5 സിനിമകളുടെ ലിസ്റ്റ് ഇന്നലെയായിരുന്നല്ലോ വീഡിയോ സഹിതം പ്രേക്ഷകരെ അറിയിച്ചത്. ഇപ്പോഴത്തെ ആ ലിസ്റ്റിലേക്ക് ഒരു സിനിമ കൂടി ഇടം നേടിയെടുക്കാനായിട്ടൊരുങ്ങുകയാണ്. അത് ടർബോയ്ക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഈ വർഷത്തിലെ മമ്മൂട്ടി ചിത്രം ബസൂക്ക എന്ന സിനിമയാണ്. ഗെയിം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ സെപ്റ്റംബർ 12 ഓണം റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുമെന്നും ഓണം റിലീസ് ഇതിനോടകം തന്നെ സിനിമയുടെ അണിയറ പ്രവർത്തകർ ലോക്ക് ചെയ്ത് കഴിഞ്ഞുവെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. ബസൂക്കയുടെ ഓണം റിലീസ് തീയതി ഉറപ്പാക്കപ്പെട്ടതോടുകൂടി ഒരു വമ്പൻ ഓണക്കാലത്തിനാണ് നാം മലയാളി സിനിമാ പ്രേമികൾ സാക്ഷ്യം വയ്ക്കുന്നത്. ലാലേട്ടൻ സംവിധാനം ചെയ്യുന്ന ലാലേട്ടന്റെ 3D സിനിമ ഫാന്റസി സിനിമ ബറോസ് എന്ന സിനിമയും നേരത്തെ തന്നെ സെപ്റ്റംബർ 12 റിലീസ് പ്രഖ്യാപിച്ചതാണ്. കഴിഞ്ഞ ദിവസം ഒരിക്കൽ കൂടി തിയേറ്റർ ഉടമകൾക്ക് റിലീസ് തീയതി സംബന്ധിച്ച നോട്ടിഫിക്കേഷനും പോയി കഴിഞ്ഞതാണ്. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ലാലേട്ടൻ മമ്മൂക്ക സിനിമകൾ ഒരേ ദിവസം ക്ലാഷ് റിലീസിനായിട്ട് എത്തുന്നു എന്നൊരു പ്രത്യേകത കൂടി ഇപ്പോൾ പറഞ്ഞ പ്രകാരം റിലീസ് ചെയ്യുകയാണെങ്കിൽ ഈ സിനിമകൾ തമ്മിൽ ഉണ്ടാകും. ഇതിനിടയിൽ ARM എന്ന സിനിമ നേരത്തെ ഓണം റിലീസ് പ്ലാൻ ചെയ്ത സിനിമയായിരുന്നല്ലോ. ഇപ്പോഴത്തെ ആ സിനിമ ഇപ്പോഴും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ഓണക്കാലത്ത് റിലീസ് ചെയ്യാനെന്നാണ് ഇന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ട്. ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു വാശിയേറിയ ഓണക്കാലമാണ് ഈ തവണ കേരള ബോക്സ് ഓഫീസിൽ സംഭവിക്കാനായിട്ടിരിക്കുന്നത് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള സിനിമാ വാർത്തകൾ കേട്ട്.